Hi students, ഇന്നത്തെ ക്ലാസ്സിലെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എൻ്റർ ചെയ്യണം. എന്നിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ തുടങ്ങാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ട് ക്വസ്റ്റ്യനാണ് തരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. The accounts of a machine manufacturing company disclose the following information for the 6 months ending 31st December 2010. ഒരു മെഷീൻ മാനുഫാക്ചറിങ് കമ്പനിയുടെ 6 മാസത്തെ അക്കൗണ്ടിങ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. 6 മാസം അവസാനിക്കുന്നത് 31/12/2010 31/12/2010 അവസാനിക്കുന്ന മെഷീൻ മാനുഫാക്ചറിങ് കമ്പനിയുടെ 6 മാസത്തെ അക്കൗണ്ടിങ് ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് 1,50,000, മെറ്റീരിയൽ 1,50,000. ദെൻ പ്രൊഡക്റ്റീവ് വേജസ് 1,20,000. ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസസ് 24,000. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് 17,640. പിന്നെ പറയുന്നത് പ്രിപ്പയർ ദ കോസ്റ്റ് ഷീറ്റ് ഓഫ് ദ മെഷീൻസ് ആൻഡ് കാൽക്കുലേറ്റ് ദ പ്രൈസ് വിച്ച് ദ കമ്പനി ഷുഡ് ക്വാട്ട് for the manufacture of a machine requiring materials valued at rupees 1,250 and expenditure in productive wages of rupees 750 so that the price may yield a profit of rupees 20% on selling price. ഇവിടെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. ആ മാനുഫാക്ചറിങ് കമ്പനിയുടെ മെഷീൻസ് എത്ര എണ്ണമെന്ന് നമ്മളോട് പറയുന്നില്ല. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണെന്ന് പറയുന്നത്, മീൻസ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറയുന്നില്ല. എത്രയോ മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന മെറ്റീരിയൽ, പ്രൊഡക്റ്റീവ് വേജസ്, ഫാക്ടറി ഓവർഹെഡ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്, ഇത്ര ഇൻഫോർമേഷൻ തന്നിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഫസ്റ്റ് പറയുന്നത്. പ്രിപ്പയർ ദ കോസ്റ്റ് ഷീറ്റ്. പിന്നെ പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ദ പ്രൈസ് കണ്ടുപിടിക്കുക. എങ്ങനെയുള്ള പ്രൈസ് ഇവിടെ പറയുന്നുണ്ട്. മെഷീൻ റിക്വയറിങ് മെറ്റീരിയൽ വാല്യൂഡ് അറ്റ് rupees 1,250 എന്ന് വെച്ചാൽ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ വാല്യൂ 1,250 രൂപയും അതിൻ്റെ വേജസ് 750 രൂപയുമാണ് എങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. ആ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ഉള്ള ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്, സെല്ലിംഗ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറയുന്നത് ഒരു ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന മെറ്റീരിയൽ 1,250 രൂപയും അതിനുവേണ്ടി വരുന്ന വേജസ് 750 രൂപയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണ് എങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് മെത്തേഡിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് മെത്തേഡിൽ നമ്മൾ 3 സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് തന്നിരിക്കുന്ന ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് പറഞ്ഞത്. പ്രീവിയസ് ഇയർ കോസ്റ്റ് ഷീറ്റ്. ഈ പ്രീവിയസ് ഇയർ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ടുള്ള കോസ്റ്റ് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കോസ്റ്റ് ഷീറ്റ് സാധാരണ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ അധികം ഇൻഫോർമേഷൻ ഒന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്ന മെറ്റീരിയൽ, വേജസ്, ഫാക്ടറി ഓവർഹെഡ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ കോളം വരയ്ക്കുക. കോളം വരച്ചതിന് ശേഷം എഴുതുക മെറ്റീരിയൽ യൂസ്ഡ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 1,50,000. ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് 1,50,000. ദെൻ പ്രൊഡക്റ്റീവ് വേജസ് പറയുന്നുണ്ട് 1,20,000. ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നുമില്ല. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പ്രൈം കോസ്റ്റ് കിട്ടുന്നു. ദെൻ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. പ്രൈം കോസ്റ്റിലൂടെ ഫാക്ടറി ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കാര്യം ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് 24,000 ആണ്. അപ്പം പ്രൈം കോസ്റ്റിലൂടെ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടുന്നു. 2,94,000 കിട്ടുന്നു.
പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന തന്നിരിക്കുന്ന ഐറ്റം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ്. അതിൻ്റെ എമൗണ്ട് 17,640 രൂപയാണ്. അപ്പം നമ്മൾ എന്താ ഫാക്ടറി കോസ്റ്റിന് കൊടുത്തില്ല എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈ രീതിയിൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് കണ്ടുപിടിക്കണം. പേഴ്സൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആദ്യത്തെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് രണ്ടാമത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈവശമുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു മെഷീനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 1250 രൂപയും അതിൻ്റെ ലേബർ കോസ്റ്റ് 750 രൂപയും പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പ്രോഫിറ്റിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വേറൊരു ഇൻഫോർമേഷനും പറയുന്നില്ല. എന്ന് വെച്ചാൽ അവിടെയുള്ള ഫാക്ടറി ഓവർഹെഡ്സ് എത്രയാണെന്നോ ഓഫീസ് ഓവർഹെഡ്സ് എത്രയാണെന്നോ ഒന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് ആ ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യത്തെ കോസ്റ്റ് ഷീറ്റിൽ ഏതൊക്കെ ഓവർഹെഡ്സ് ആണോ ഉള്ളത് ആ ഓവർഹെഡ്സ് എല്ലാം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റിലും വരും. അപ്പോൾ നമ്മൾ ഇനി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ ഫാക്ടറി ഓവർഹെഡ്സും വേണം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസും വേണം. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റിൽ ഏതൊക്കെ ഓവർഹെഡ്സ് ആണോ ഉള്ളത് ആ ഓവർഹെഡ്സ് എല്ലാം നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ അവിടെ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളോട് എത്രയാണ് ഫാക്ടറി ഓവർഹെഡ്സ് എന്നോ എത്രയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. ആ ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ്സ് കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണ്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണ്. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസിൻ്റെ എന്ന് വെച്ചാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഫാക്ടറി കോസ്റ്റ് ബേസിസിലാണ്. അത് നേരത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് പേഴ്സൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് കണ്ടുപിടിക്കാം. പേഴ്സൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുക കാൽക്കുലേഷൻ ഓഫ് പേഴ്സൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിൽ കണ്ടുപിടിക്കേണ്ട ഓവർഹെഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജും കണ്ടുപിടിക്കണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസിൻ്റെ ഓവർഹെഡ്സ് അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക പേഴ്സൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓൺ ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ വേണം ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ. ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട പേഴ്സൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ് ഓൺ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ വേണം കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിൽ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്ത ഈ കോസ്റ്റ് ഷീറ്റിലുള്ള എന്ന് വെച്ചാൽ ഈ പേഴ്സൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ് ഓൺ ഡയറക്റ്റ് വേജസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? ഫാക്ടറി ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിൽ ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റ് ഈ കോസ്റ്റ് ഷീറ്റിലുള്ള ഫാക്ടറി ഓവർഹെഡ്സ് നമ്മൾ എത്രയാണ് നോക്കുക. ഈ കോസ്റ്റ് ഷീറ്റിലുള്ള ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 24,000 ഫാക്ടറി ഓവർഹെഡ്സ്. കോസ്റ്റ് നോക്കുക. നമ്മളിപ്പം ചെയ്ത കോസ്റ്റ് ഷീറ്റിൽ ഉള്ള ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ 24,000 രൂപയാണ്. അപ്പം 24,000 ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ്. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലെ ഡയറക്റ്റ് വേജസ് നോക്കിയേ. ഡയറക്റ്റ് വേജസ് വന്നാൽ 1,20,000. 24,000 ഡിവൈഡ് ബൈ 1,20,000 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20%.
20% എന്ന് കിട്ടി. ഈ 20% എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഫാക്ടറി ഓവർഹെഡ്സും ഡയറക്റ്റ് വേജസും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് 20% എന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്, ഡയറക്റ്റ് വേജസിൻ്റെ 20% ആണ്. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ 20% ആണ്. നമ്മളിങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഈ രണ്ടാമത് നമുക്ക് എന്തിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച ഫാക്ടറി ഓവർഹെഡ്സ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഒരു ഓവർഹെഡ്സും കൂടിയുണ്ട്. ആ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഓഫീസർ അഡ്മിനിസ്ട്രേഷനാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതും കൂടെ കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. ഇത് എക്സ്പെൻസസ് ഓൺ ഏതിൻ്റെ ബേസിസിലാണ് കണ്ടുപിടിക്കേണ്ടത്? ഫാക്ടറി കോസ്റ്റിൻ്റെ ബേസിസിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടറി കോസ്റ്റ്. പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. ഓൺ ഫാക്ടറി കോസ്റ്റ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇത് ഷോർട്ടായിട്ടാണ് എഴുതിയത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസിൻ്റെ വാല്യൂ എത്രയാണ്? 17,640. 17,640 ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഫാക്ടറി കോസ്റ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ നോക്കുക. ഫാക്ടറി കോസ്റ്റിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത് 2,94,000 ആണ്. 2,94,000 ഇൻറ്റു 100. അപ്പം 17,640 ഡിവൈഡ് ബൈ 2,94,000 ഇൻറ്റു 100 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6% ആണ്. എന്ന് വെച്ചാൽ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസും ഫാക്ടറി കോസ്റ്റ് തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് കണ്ടുപിടിച്ചത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസും ഫാക്ടറി കോസ്റ്റും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് 6% എന്ന് വെച്ചാൽ ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ അല്ലേ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഫാക്ടറി കോസ്റ്റിൻ്റെ 6% ആണ്. ഫാക്ടറി കോസ്റ്റിന് 6% ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഷോർട്ടായിട്ടാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റിന് 6% ആണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റിന് തന്നിരുന്ന 2 ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസിൻ്റെ പെർസെൻറ്റേജും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്സാണ് എന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരച്ചതിന് ശേഷം ചെയ്യുക. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഇതാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരച്ചു. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഒരു മെഷീൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്താ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതുക. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ എത്രയാണ്? 1,250 എന്ന് പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ 1,250. പിന്നെ പറയുന്നത് ഡയറക്റ്റ് വേജസ് പറയുന്നുണ്ട്. ഡയറക്റ്റ് വേജസിൻ്റെ വാല്യൂ എത്ര? 750. ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നുമില്ല. ആദ്യത്തെ കോസ്റ്റ് ഷീറ്റ് പോലെ തന്നെയാണ് നമ്മൾ അതിനെ ബേസ് ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കാര്യവും ഡയറക്റ്റ് വേജസിൻ്റെ കാര്യം പറയുന്നുണ്ട്. 1,250, 750 രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2,000 കിട്ടുന്നത്. ഈ 2,000 എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റാണ്. പ്രൈം കോസ്റ്റ് ഇത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം. നേരത്തെ കോസ്റ്റ് ഷീറ്റിൽ ഫാക്ടറി ഓവർഹെഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ്സ് വേണം. ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്.
അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കാര്യം നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് കണ്ടുപിടിച്ചത്? ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ 20% ആണ്. ഡയറക്റ്റ് വേജസിൻ്റെ 20% ആണ്. അതേ സെയിം പ്രൊപ്പോർഷൻ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് നോക്കുക. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് വേജസിൻ്റെ 20% എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. അതേ പ്രൊപ്പോർഷൻ നമ്മളിവിടെ എടുക്കുക. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസിൻ്റെ 20%. ഇതൊക്കെ ഡയറക്റ്റ് വേജസ് എത്രയാണ്? 750. 750ൻ്റെ 20%. 750ൻ്റെ 20% എന്ന് പറയുന്നത് 150 വരും. 150. അപ്പം 2000 പ്ലസ് 150 എന്ന് പറയുന്നത് 2150 വരുന്നത്. എന്ത്? ഫാക്ടറി കോസ്റ്റ്. നമുക്ക് ആഡ് ചെയ്യേണ്ടത് നേരത്തെ കോസ്റ്റ് ഷീറ്റിലുള്ള അതേ ഓവർഹെഡ്സ് ആണ്. ഏതാ? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എഴുതുക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസിൻ്റെ അതിൻ്റെ കാര്യം നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. നേരത്തെ എത്രയാണ് കണ്ടുപിടിച്ചത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് പറഞ്ഞ് കണ്ടുപിടിച്ചത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് പറയുന്നത് ഫാക്ടറി കോസ്റ്റിന് 6%. ഫാക്ടറി കോസ്റ്റിൻ്റെ 6%. അതേ പെർസെൻറ്റേജ് ഇവിടെ എടുക്കുക. ഇവിടുത്തെ ഫാക്ടറി കോസ്റ്റിൻ്റെ 6%. ഓക്കെ, ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റിൻ്റെ 6%. ഫാക്ടറി കോസ്റ്റിൻ്റെ 6% എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2150 ഇൻറ്റു 6%. 2150ൻ്റെ 6% എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 129 129. ഇത് നമ്മൾ ആഡ് ചെയ്യുക. 2150 പ്ലസ് 129 നമ്മൾ ആഡ് ചെയ്തു. 2279 കിട്ടി. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ കാര്യം നേരത്തെ ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ കാര്യമൊന്നും എഴുതണ്ട. പിന്നെ നമുക്ക് എന്താ വേണ്ടി ഈ ക്വസ്റ്റ്യനിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ 20% ഓഫ് സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. വേറെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ നമ്മുടെ ടോട്ടൽ കോസ്റ്റായിട്ട് പരിഗണിക്കുക. ഇത് തന്നെ നമ്മുടെ ടോട്ടൽ കോസ്റ്റാണ്. ടോട്ടൽ കോസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കുക. ടോട്ടൽ കോസ്റ്റാണ്. ടോട്ടൽ കോസ്റ്റ് 2279 രൂപ. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൻ്റെ കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. പ്രോഫിറ്റിൻ്റെ കാര്യം പറയുന്നത് 20% ഓൺ സെയിൽസ് എന്നാണ് പറയുന്നത്. 20% ഓൺ സെയിൽസ് എന്നാണ് പറയുന്നത്. 20% സെയിൽസ്. നമുക്ക് സെയിൽസ് അറിയത്തില്ല. സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സെയിൽസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിൻ്റെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സെയിൽസിൻ്റെ ആയതുകൊണ്ട് നമ്മൾ സെയിൽസിന് എന്ത് ചെയ്യണം? സെയിൽസിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ 100% അസ്യൂം ചെയ്യണം. 100% അസ്യൂം ചെയ്യണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80% ആണ് അല്ലേ? 80%. സെയിൽസ് 100% അസ്യൂം ചെയ്യുക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് 80% അപ്പോൾ നമുക്കിവിടെ അറിയാം 80% എന്ന് പറയുന്ന അല്ലേ 80% എന്ന് പറയുന്ന കോസ്റ്റ് 2279 രൂപയാണ്. 2279 രൂപയാണ്. അങ്ങനെയെങ്കിൽ 20% എന്ന് പറയുന്ന പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2279 ഡിവൈഡ് ചെയ്യേണ്ടത് 80 ഇൻറ്റു 20. 2279 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 80. നമുക്ക് കിട്ടുന്ന ആൻസർ കിട്ടുന്നത് 569.75 ആൻസർ കിട്ടും. നമ്മളത് റൗണ്ട് ചെയ്ത് 570 എന്ന് പറഞ്ഞ് എഴുതുക. 570 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. then ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെയിൽസ് കിട്ടുന്നത് 2849 കിട്ടുന്നു. 2849 കിട്ടുന്നു സെയിൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നിങ്ങൾ 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ടുള്ളത്.
അതും എഴുതുക. ഓക്കെ, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് തന്നോളാം. ഓക്കെ.